നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ട് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മറ്റ് ക്ലബ്ബുകളെ പോലെ എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ടോപ്പ് ക്ലാസ് അല്ലെങ്കിൽ ഒരു എലീറ്റ് ലെവൽ മാനേജറിനെ ഇതുവരെയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് പല ലെജൻഡറി പ്ലെയേഴ്സ് ബൂട്ട് കിട്ടിയിട്ടുണ്ട്. പല പ്ലെയേഴ്സ് നോർമൽ പ്ലെയേഴ്സിൽ നിന്നും ലെജൻഡറി സ്റ്റേറ്റസിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടത്തിലുള്ള ഈ പ്ലെയേഴ്സിൽ നിന്നും ആരും ഒരു ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു എലീറ്റ് ലെവൽ കോച്ചായിട്ട് മാറിയിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ ക്ലോസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലൈക്കും കൂടെ തന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ അതിനുശേഷം ക്ലോസ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആസ് വെൽ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റാറ്റിലേക്ക് പോയിട്ട് വരാം. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ എക്സ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ലെജൻഡ്സ് അവരൊരു ക്ലബിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ വിൻ റേറ്റ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. റൂട്ട് വാൻ നിസ്റ്റൽറോയ് 55%, ഓലെ 53%, റയൻ ഗിഗ്സ് 48%, ഫിൽ നെവിൽ 44%, റോയ് കീൻ 39%, ഗാരി നെവിൽ 35%, പോൾ സ്കോൾസ് 31%, വെയിൻ റൂണി 26%. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് വാൻ നിസ്റ്റൽറോയും ഒലയും മാത്രമേ ഉള്ളൂ ഒരു 50% അബവ് വിൻ റേറ്റ് ഉള്ള കോച്ചുമാർ. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും 50% താഴെയുള്ള കോച്ചുമാരാണ്. പിന്നെ ഈ ഒരു ലിസ്റ്റിൽ മൊത്തത്തിൽ ദേ കോച്ച്ഡ് ടീംസ് ദാറ്റ് ആർ ലൈക്ക് എന്താ പറയുക മിഡ് റേഞ്ചിലൊക്കെ ഉള്ള ടീംസിനെ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ലെവലിലുള്ള ടീംസ്, പിന്നെ അങ്ങനത്തെ ഉള്ള ടീംസിന് മാത്രമേ ഇവർ മാനേജ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഒലയും പിന്നെ റൂട്ട് വാൻ നിസ്റ്റൽറോയ് ആണെങ്കിലും എന്താ പറയുക കുറച്ച് നാളെ ഉള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ക്യാരിക്കും. അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ലെവലിലേക്കൊന്നും പോയിട്ടില്ല. ഒരു മിഡ് റേഞ്ച് ക്ലബ്സിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. എന്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ലെജൻഡ്സ് അവർ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ടോപ്പ് മാനേജർ അല്ലെങ്കിൽ ടോപ്പ് കോച്ചായിട്ട് മാറിയില്ല എന്നുള്ളത്. പോയിന്റ് നമ്പർ 1, ദ ഷാഡോ ഓഫ് വൺ ജയന്റ് മാനേജർ. 27 വർഷക്കാലം ക്ലബ്ബ് മുഴുവനായിട്ട് ഡോമിനേറ്റ് ചെയ്തിരുന്ന ഒരു ഫിഗർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് സർ അലക്സ് ഫെർഗ്യൂസൺ. അപ്പോൾ സർ അലക്സ് ഫെർഗ്യൂസന്റെ കീഴിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്ബ് ഒരുവിധം എല്ലാ ലെവലും A to Z കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതിനിപ്പം മാനേജ്മെന്റ് തലത്തിലാണെങ്കിലും ഡിസിഷൻ ഹൈറാക്കി, പിന്നെ എന്താ പറയുക റിക്രൂട്ട്മെന്റ്, എല്ലാ കാര്യങ്ങളിലും അവസാനത്തെ പേര് സർ അലക്സ് ഫെർഗ്യൂസൺ ആയിരുന്നു. ക്ലബ്ബ് വിട്ടു പോയതിന് ശേഷമാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും സർ അലക്സ് ഫെർഗ്യൂസന്റെ ഒരു സേ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഈ കഴിഞ്ഞ അടുത്ത കാലം വരെയും അത് നിലനിന്ന് പോയിട്ടുണ്ടായിരുന്നു. പല ഡിസിഷൻസിലും സാറിൻ്റെ സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് മാനേജ്മെന്റ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് പ്ലെയേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ എക്സിക്യൂട്ടിങ് സർ അലക്സസ് സിസ്റ്റം. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ, സർ അലക്സ് ഫെർഗ്യൂസൺ പറയുന്ന കാര്യങ്ങൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു തലത്തിലാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർക്ക് ലേണിംഗ് എന്നുള്ള ഒരു കാര്യം വളരെ കുറവായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് അബൌട്ട് എക്സിക്യൂട്ടിംഗ് ദ സിസ്റ്റം. ആൻഡ് വെൻ എ മാനേജർ ഇസ് ദാറ്റ് ഡോമിനന്റ്, ഇത്രയും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉള്ള സമയത്ത് പ്ലെയേഴ്സ് റയർലി ഡെവലപ്പ് ദെയർ ടാക്ടിക്കൽ എബിലിറ്റി. അപ്പോൾ അവർ ഈ ടാക്ടിക്സും കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റത്തിൽ പെട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിസ്റ്റത്തിന് മാത്രമാണ് ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഈ പ്ലെയേഴ്സിൽ സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സർ അലക്സ് ഫെർഗ്യൂസൺ എന്നുള്ള ഒരു ജൈജാൻറ്റിക് ഫിഗറാണ്. ഒരു ഭീമാകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വേണം പറയാനായിട്ട്. സോ ഇറ്റ് വാസ് വൺ ഓഫ് ദിസ് മെയിൻ ഇൻഫ്ലുവൻസ് ദറ്റ് കോസ്റ്റ് ദിസ് റീസൺ. പോയിന്റ് നമ്പർ 2, മെനി യുണൈറ്റഡ് ലെജൻഡ്സ് റിലൈഡ് ഓൺ ലീഡർഷിപ്പ് നോട്ട് ടാക്ടിക്സ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള പല പ്ലെയേഴ്സ് ഉണ്ട്, ലൈക്ക് ലെജൻഡറി പ്ലെയേഴ്സ് ലൈക്ക് റോയ് കീൻ, വെയിൻ റൂണി, ഗാരി നെവിൽ, ഇതേപോലത്തുള്ള പ്ലെയേഴ്സ് ഹു ടേൺഡ് ഇൻ ടു മാനേജേഴ്സ്. ഓക്കെ, പക്ഷേ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ they were like incredible leaders and കോമ്പറ്റിറ്റേഴ്സ്. നമ്മൾ ഗെയിം കാണുമ്പോൾ
ഫീൽഡിൽ ഇവരുടെ ലീഡർഷിപ്പ് സ്കിൽസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇവരുടെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, ഇതെല്ലാം നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ അതിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു മാനേജ്മെന്റ് ലെവൽ അല്ലെങ്കിൽ ഒരു സ്കിൽ വൈസ് അതൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു ടാക്ടിക്കൽ നോ ഹൗ ഒന്നും ഇങ്ങനത്തെ പ്ലെയേഴ്സിൽ നമ്മൾ കണ്ടിട്ടില്ല. അവർ പലപ്പോഴും പല കോച്ചിങ് ലെവലിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ഇടയ്ക്ക് അങ്ങനത്തെ ഉള്ള ഒരു സ്കില്ല് കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേ വർ ജസ്റ്റ് ലീഡേഴ്സ് ഓൺ ദ പിച്ച് ആൻഡ് ലൈക്ക് കോമ്പറ്റീറ്റീവ് ജസ്റ്റ് ഇൻ ദ ഫീൽഡ്. ഇവർ ബ്രില്യൻറ്റ് പ്ലെയേഴ്സും ലീഡേഴ്സൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇവർ ലാക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടേം ടാക്ടിക്കൽ പ്ലാനിങ്, പിന്നെ മാനേജ്മെന്റ് അറ്റ് എ ബ്രോഡർ ലെവൽ. ഒരു ടീമിനെ നയിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്ലെയറിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുകയല്ല ചെയ്തത്. പല കാര്യങ്ങൾ പ്ലെയറിനെ സറൗണ്ട് ചെയ്യുന്നുള്ള പല കാര്യങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അങ്ങനത്തെ കുറേയൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. പിന്നെ ക്ലബ് പൊളിറ്റിക്സ് ആൻഡ് റിക്രൂട്ട്മെന്റ്. ഒരു ക്ലബിൻ്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഇതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വലിയധികം ഒരു നോളജബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു മാനേജർ. അപ്പം ഇങ്ങനത്തെ ഉള്ള ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ പ്ലെയേഴ്സിന്, ഈ ലീഡേഴ്സും ലെജൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മേ ബി യു മൈറ്റ് ബി എ ഗ്രേറ്റ് പ്ലെയർ, ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ടു ബി എ ഗ്രേറ്റ് കോച്ച്. പോയിന്റ് നമ്പർ 3, ഫെർഗ്യൂസൺ ഡിഡ്ന്റ് ബിൽഡ് എ കോച്ചിങ് ട്രീ. നമ്മൾ പല മാനേജേഴ്സിനെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ അവരൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം കറണ്ട് ജനറേഷനിലുള്ള ഒരു മാനേജർ, ദാറ്റ് ഇസ് പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോളയുടെ കൂടെ അസിസ്റ്റന്റ് കോച്ചസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇന്ന് ടോപ്പ് ടീംസിൻ്റെയൊക്കെ കോച്ചസും മാനേജേഴ്സും ആയിട്ട് നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, മിക്കൽ ആർട്ടേറ്റ ആയാലും സാവി, മരസ്ക, പിന്നെ അങ്ങനത്തെ ഉള്ള കുറേ ബെസ്റ്റ് കോച്ചസ് പെപ് ഗാർഡിയോള അണ്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോച്ചസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാറുണ്ട്. ദാറ്റ് ഇസ് ലൈക്ക് അവരുടെ ടോപ്പിലിരുന്ന മാനേജറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ സർ അലക്സ് ഫെർഗ്യൂസന്റെ അണ്ടറിൽ കോച്ചായിട്ട് നിന്നിട്ടുള്ള പല ആൾക്കാരും, അതിപ്പം ഫോർ എക്സാമ്പിൾ മൈക്ക് ഫീലൻ ആണെങ്കിലും, റെനി മോളസ്റ്റീൻ, പിന്നെന്താ പറയുക, സ്റ്റീവ് മെക്ലാരൻ, കാർലോസ് ക്യൂറോസ്, ഇങ്ങനത്തെ പോലുള്ള ആൾക്കാർ പലപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് മറ്റ് ടീമുകളിലെ മാനേജറായി പോയിട്ട് പോലും അവർക്ക് അതിൻ്റെ അകത്ത് ഫ്ലറിഷ് ആകാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഒരു നോർമൽ ലെവലിലൊരു കോച്ചസ് ഒക്കെ ആയിട്ട് മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അവർ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ടോപ്പ് നെയിമായിട്ട് മാറാനായിട്ട് സാധിച്ചില്ല. സോ അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ക്ലബിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു പ്രശ്നം. സോ സർ അലക്സ് ഫെർഗ്യൂസൺ ആ ഒരു കോച്ചിങ് ട്രീ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പോയിന്റ് നമ്പർ 4, യുണൈറ്റഡ് പ്ലെയേഴ്സ് ഓഫൺ ബിക്കെയിം പണ്ഡിറ്റ്സ് ഇൻസ്റ്റെഡ്. നമുക്ക് അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെ പേരിട്ടുള്ളൊരു കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ എക്സ് പ്ലെയേഴ്സ് പലരും കോച്ചിങ്ങിലേക്ക് പോകുന്നതിന് പകരം ഒരു മീഡിയ കരിയറിലേക്കാണ് അവസാനം എത്തിപ്പെട്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഗാരി നെവിൽ ആണെങ്കിലും, റിയോ ഫെർഡിനൻഡ് ആയാലും, റോയ് കീൻ, ഇതേപോലത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പോൾ സ്കോൾസ്, ഇവരെ പോലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സ് ഇവർ പലരും മീഡിയ ഫീൽഡിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിയും ആൾതാമസവും ഒന്നും വേണ്ട, വായി തോന്നുന്നത് അങ്ങ് പറഞ്ഞാൽ മതി എന്നുള്ള ലെവലിലാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. തോന്നിയത് പറയുക, ക്ലബിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ക്ലബിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം വായിൽ തോന്നുന്നത് കോലയ്ക്ക് പാട്ട് എന്നുള്ള ലെവലിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് വലിയ ബുദ്ധിയൊന്നും വേണ്ട, തോന്നുന്നതെന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് നെഗറ്റീവ് പറയുമ്പോഴാണ് കൂടുതൽ ഹൈപ്പ് കിട്ടുന്നത്. അപ്പം അതിൽ കൂടെ തന്നെയാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിനകത്ത് അത്യാവശ്യം നല്ല പേയും കാര്യങ്ങളൊക്കെ മീഡിയ ഫീൽഡിൽ കിട്ടുന്നതുകൊണ്ട് ചുമ്മാ ഇരുന്നിട്ട് വായത്താളം അടിക്കുക, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മണി മേക്ക് ചെയ്യുക എന്നുള്ള ഇതിലേക്കാണ്. അല്ലാതെ ഒരു പ്രോപ്പർ ഒരു കോച്ചിങ് ലെവലിലേക്കൊന്നും ഈ പ്ലെയേഴ്സ്, ഈ ലെജൻസ് ഒന്നും എത്തിപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. പോയിന്റ് നമ്പർ 5, മാനേജ്മെന്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്കിൽ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ടോപ്പ് മാനേജേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് പ്ലെയർ ആയിരിക്കില്ല. പക്ഷെ അവരെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ടാക്ടിക്കൽ തിങ്കിങ്. അവർക്ക് ടാക്ടിക്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബോധ്യമുണ്ട്. പിന്നെ അതിനുശേഷം ഒബ്സസീവ് സ്റ്റുഡൻറ് ഓഫ് ദി ഗെയിം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആക്കി എടുക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പിന്നെ എന്താ പറയുക, അതിനകത്ത് നിന്ന് പല കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഗെയിമിൽ കൊണ്ടുവരാനായിട്ട് പ്ലെയേഴ്സ് ശ്രമിക്കാറുണ്ട്. ഫ്രം എ യങ് ഏജ് അതൊരു പഠന വിഷയമാക്കി തന്നെ അത് മുമ്പോട്ട് കൊണ്ടുവരും. ആൻഡ് ഓൾസോ people who start coaching very early.
നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു കരിയറിൻ്റെ പകുതിക്ക് വെച്ചിട്ട് കരിയർ നിർത്തേണ്ടി വരില്ല, പരിക്ക് മൂലമോ അല്ലെങ്കിൽ അല്ലാത്ത കാരണങ്ങളാൽ കളിയോടുള്ള ഒരു എന്ന് വെച്ചാൽ കളിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയിട്ട് പലപ്പോഴും കോച്ചിങ് എന്നുള്ള ലെവലിലേക്ക് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ അതൊരു ലേണിംഗ് ആയിട്ട് എടുത്തിട്ട് അവരതൊരു ഇൻട്രസ്റ്റും പാഷനുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാറുണ്ട്. സോ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ വ്യക്തിയാണ് പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോള വാസ് എ വെരി ഗുഡ് പ്ലെയർ ഡ്യൂറിങ് ഹിസ് ടൈം. പക്ഷേ പ്ലെയർ എന്നതിന് അപ്പുറത്തേക്ക് ഹി വാസ് എ സ്റ്റുഡൻറ് ഓഫ് ദ ഗെയിം. ഒരു മറ്റേ യോഹാൻ ക്രൈഫ് അണ്ടറിൽ കളി അല്ലെങ്കിൽ ആ ഒരു ബാർസലോണ എന്താ പറയുക അക്കാഡമിയിലുള്ള ഒരു പഠന രീതിയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് പെപ് ഗാർഡിയോള, ലൂയിസ് എൻറിക്കി, സാവി, ഇങ്ങനത്തെ പോലുള്ള ഇപ്പോഴത്തെ ടോപ്പ് കോച്ചസ് ഒക്കെ. അപ്പം അവർക്ക് ഇതൊരു പഠന രീതിയാണ്. അപ്പം പഠനം പിന്നീട് അത് പാഷനാക്കി മാറ്റുമ്പോഴാണ് അത് ഫീൽഡിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നതിൽ അത് നല്ല രീതിയിൽ ഫ്ലറിഷ് ആകുന്നത്. സോ അത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈവൻ നമ്മുടെ മൊറീനിയോ ആണെങ്കിലും വലിയ ലെവലിലുള്ള ഒരു പ്ലെയർ ഒന്നും ആയിരുന്നില്ല. പക്ഷേ മൊറീനിയോയ്ക്ക് ഈ ഒരു മാനേജ്മെന്റ് സ്കില്ല്, പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങൾ, പ്ലെയേഴ്സിൻ്റെ അവരുമായിട്ടുള്ള അവരെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ഒരു ഒബ്സഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇത് കണക്ക് പഠിച്ച് നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ നോർമൽ തിങ്, ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ടോപ്പ് മാനേജേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ബാർസലോണയാണ്. ബാർസലോണയിൽ നിന്ന് വന്നാണ് ഇപ്പം പെപ് ഗാർഡിയോള, ലൂയിസ് എൻറിക്കെ, ചാവി, അർട്ടേറ്റ, റൊണാൾഡ് കോമൻ, ഇതിനകത്തുള്ള കോച്ചസ് ഒക്കെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ യോഹാൻ ക്രൈഫാണ്. ക്രൈഫ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അകത്തു നിന്നാണ് ഇവരെല്ലാവരും കളി പഠിച്ച് വന്നിട്ടുള്ളത്. അവർ അതായത് എന്താ പറയുക, ബാർസലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുമുണ്ട്. അവിടെ നിന്ന് അത് അവരുടെ ലൈഫിൽ ഒരു കോച്ചിങ് എന്നുള്ള ലെവലിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അത് കൊണ്ടുവന്ന് പല ടീമുകൾക്ക് വേണ്ടിയിട്ട് കോച്ച് ചെയ്യുന്ന സമയത്ത് അത് അവർ അവിടെ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ബാർസലോണ ഇസ് വൺ ഓഫ് ദ ടീംസ് ഇൻ ദ വേൾഡ് ദാറ്റ് ക്രിയേറ്റഡ് ബെറ്റർ മാനേജേഴ്സ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാക്ടേഴ്സ്, ഈ 5 ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തുകൊണ്ടായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ടോപ്പ് ലെവൽ കോച്ചിനെ ഇതുവരെയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കാത്തത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഇതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് എങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.